Hi children. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിൽ സം കാണാൻ പഠിച്ചു അല്ലേ? എന്തിൻ്റെയൊക്കെ സം ആണ് പഠിച്ചത്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്താണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n സംഖ്യകളുടെ തുക അല്ലേ? പിന്നെ പഠിച്ചതോ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക അഥവാ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് അല്ല. അതിൽ എന്തില്ല? /2 ഇല്ല. പഠിക്കാൻ എളുപ്പമാണ്. n ഇൻറ്റു n പ്ലസ് 1 അത്രേ ഉള്ളൂ അല്ലേ? ഇനി ഒരിത്തിരി വ്യത്യാസമുള്ളത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. അത് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ എന്താണത്? n² ആണ്. എത്ര എണ്ണം ഒറ്റ സംഖ്യകളുണ്ട് അതിന്റെ സ്ക്വയർ അല്ലേ? ഇപ്പൊ ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 5² ദാറ്റ്സ് 25. അങ്ങനെ എടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കാണാൻ പഠിക്കാം, അതിലെ ടേംസിന്റെ സം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത് സം ഓഫ് n ടേംസ്. n എടുക്കണം, ഇഷ്ടമുള്ള നമ്പർ മാറ്റാം നമുക്ക് അല്ലേ? അതിന്റെ ഫോർമുല പഠിക്കാൻ വേണ്ടി n ടേംസ് എടുക്കണം. n ടേംസ് ഓഫ് n അരിത്തമെറ്റിക് സീക്വൻസ്, ചുരുക്കി AS എന്ന് എഴുതാം അല്ലേ? അതായത് എന്താണ്? ഫസ്റ്റ് n ടേംസ്, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് ആക്കാം. ഫസ്റ്റ് n ടേംസ് ഓഫ് an അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക അല്ലേ? പദങ്ങളുടെ തുക, അതാണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്കറിയാം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര ഫോം എങ്ങനെയാണ് ഇരിക്കുക? അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ 1, 4, 7 എക്സെട്ര. ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇതിന്റെ ഓൾജിബ്ര അഥവാ nth ടേം എന്താണ്? xn എന്താണ് നമുക്കറിയാം? dn. ഇതിന്റെ d എന്താണ്? d is equal to 3 ആണ് അല്ലേ? dn 3n പ്ലസ് 1 minus 3 or 3n minus 2 ആണല്ലോ. അഥവാ ഇതേത് രൂപത്തിലാണ് എടുക്കുന്നത്? an പ്ലസ് b. അത് നമ്മൾ ആദ്യമുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാ അല്ലേ? അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര അഥവാ അതിന്റെ ബീജഗണിത രൂപം ഈ രൂപത്തിലാണ് ഇത് എടുക്കുക അല്ലെ? an പ്ലസ് b എന്നുള്ള രൂപത്തിൽ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഈ an പ്ലസ് b ഈ രൂപത്തിൽ എഴുതാം. അപ്പോ xn ഈക്വൽ ടു an പ്ലസ് b, അതായത് nth ടേം എന്താണ്? an പ്ലസ് b ആണ്. അപ്പോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? n ന്റെ സ്ഥാനത്ത് ഇവിടെ 1 കൊടുത്തു. അപ്പോ ഒബ്വിയസ്ലി ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം അല്ലെ? അപ്പൊ a ഇൻറ്റു 1 വിച്ച് ഇസ് a itself പ്ലസ് b അല്ലെ? ഇനി ഇതിന്റെ സെക്കൻഡ് ടേം എന്തായിരിക്കും? n ന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കണം അല്ലെ? a ഇൻറ്റു 2 പ്ലസ് b. അതർവൈസ് നമുക്ക് ഇതിനെ 2a പ്ലസ് b എന്ന് എഴുതാം. തേർഡ് ടേം എന്തായിരിക്കും? തേർഡ് ടേം എന്താ വരിക? ഇതില് 3a വരും അല്ലെ? അപ്പൊ 3a പ്ലസ് b. ഫോർത്ത് ടേമോ 4a പ്ലസ് b. ഫിഫ്ത്ത് ടേം 5a പ്ലസ് b. സോ ഓൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ നമ്മൾ കാണാൻ പോണത് ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് n ടേംസിന്റെ സം ആണ്. അപ്പൊ അതിലെ ടേംസ് ഒക്കെ എങ്ങനെ വരും? a പ്ലസ് b ഇസ് ദ ഫസ്റ്റ് ടേം അല്ലെ? ഇനി സെക്കൻഡ് ടേമോ പ്ലസ്, സെക്കൻഡ് ടേമോ 2a പ്ലസ് b അല്ലെ? then what is the third term? 3a plus b. fourth term 4a plus b. അങ്ങനെ പോകുന്നു etc. the last term which is nth term അല്ലെ? we can take it as എന്തെടുക്കാം നമുക്ക്? an or na plus b എന്നെടുക്കാം. ഓക്കെ, ഇത്രയും ടേംസിന്റെ സം ആണ് കണ്ടോ? പ്ലസ് ഇട്ട് എഴുതിയിട്ടുണ്ട്. സം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ SN എന്ന് ഡിനോട്ട് ചെയ്യാം. സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ? ഇനി ഇതിന് നമ്മള് ഇതിനൊരു ഫോർമുലയിലേക്ക് മാറ്റാൻ വേണ്ടി ചില റീഅറേഞ്ച്മെന്റ്സ് നടത്താം നമുക്ക്. ഇതിലെല്ലാത്തിലും നോക്കിയേ, a ഉണ്ട്, 2a, 3a, 4a, 5a, 6a എക്സെട്ര an or na ഉണ്ട് അല്ലെ? അപ്പോൾ ആ aസിനൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്താ വരാ? a പ്ലസ് 2a പ്ലസ് 3a പ്ലസ് 4a പ്ലസ് എക്സെട്ര പ്ലസ് an or na അങ്ങനെ എഴുതാം. ഓക്കെ,
അപ്പൊ എകളൊക്കെ എടുത്തു. ഇനി എന്താ ബാക്കിയുള്ളതിൽ? ഇൻ ഈച്ച് ടേം ദർ ഇസ് എ ബി അല്ലെ, ഒരു ബി ഉണ്ട് എല്ലാത്തിലും. അപ്പൊ നമുക്ക് ആ ബീസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. അപ്പം ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ് അങ്ങനെ എക്സെട്ര. എത്ര എണ്ണം വരും? n എണ്ണം അല്ലെ. എത്ര ബികളുണ്ട് ഇവിടെ? n ബീസ്, n ടൈംസ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇത് നോക്കിയേ, there is a common factor. ഇവിടെ ഒരു പൊതു ഘടകം ഉണ്ടല്ലോ എല്ലാത്തിലും. 1 into a, 2 into a, 3 into a അങ്ങനെയാണ് കിടക്കുന്നത്. Then in each term ഓരോ പദത്തിലും a എന്നത് ഒരു പൊതു ഘടകമാണ് അല്ലെ. നമുക്ക് ആ a പുറത്തേക്ക് എടുക്കാം. ഘടകം പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് മറ്റൊരു ഘടകം അതിന്റെ ബാക്കി വരും അവിടെ അല്ലെ. അപ്പൊ a into 1 ആണ് a എന്ന് പറഞ്ഞത്. a into 1. സോ a നമ്മൾ പുറത്തേക്ക് എടുത്തു. then there is another factor 1. ഒന്ന് ബാക്കിയുണ്ട് അവിടെ അല്ലെ. പ്ലസ് ഇവിടെയോ 2 into a പോയി, അടുത്ത ഫാക്ടർ 2 എഴുതാം. നെക്സ്റ്റ് there will be 3, then 4 etc അല്ലെ. അങ്ങനെ പോകുന്നു. പിന്നെ ലാസ്റ്റ് അപ്പൊ എന്ത് വരും? n വരും അല്ലെ. ഇനി നോക്കാം എന്താ വരാന്ന്. ഇവിടെ എത്ര ബി ഉണ്ട്? n b. n ടൈംസ് അല്ലേ, n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ത്? ബി. അപ്പൊ n into b which is nb. മനസ്സിലായില്ലേ ഇതെല്ലാവർക്കും? ഇനി നമുക്ക് ഇവിടെ പറയാം, അതിന്റെ ബാക്കിയുടെ മേലെ എഴുതാം. ഓക്കെ, a into ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ച സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്താണത്? n into n plus 1 by 2 അല്ലെ. ഇനി ഇത് n അല്ലെ. അപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് n ഇൻറ്റു ആയതുകൊണ്ട് ഇങ്ങനെ ഇടുന്നൊന്നുമില്ല. n ഇൻറ്റു ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ ഇവിടെ 2 ടേംസ് ആയിട്ട് ഇതിനെ എഴുതിയിരിക്കണം അല്ലെ. 2 ടേംസ് ആയിട്ട് ആ 2 ടേമിലും ഇൻറ്റു ആണ്. a ഇൻറ്റു n ഇൻറ്റു അങ്ങനെയാണ് വരുന്നത് അല്ലെ. സോ ഇതിൽ n ഒരു ഫാക്ടർ ആണ്, ഇവിടെയും n ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇൻ ദീസ് 2 ടേംസ് n ഈസ് ദ കോമൺ ഫാക്ടർ അല്ലെ. 2 പദങ്ങളിലും n ഒരു പൊതുഘടകമാണ്. ആ പൊതുഘടകം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി വരുന്നത് നമുക്ക് എഴുതാം. ഇതിൽ ഇനി എന്താ ബാക്കിയുള്ളത്? a ഇൻറ്റു n plus 1 by 2 പ്ലസ് b അല്ലെ. ഇത് ബൈ 2 ഉണ്ട്, ഇത് സാധാരണ പോലെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എന്താ വരാൻ നോക്കിയേ? n ഇൻറ്റു a ഇൻറ്റു n plus 1 ഇൻറ്റു 1 ആണ്. അപ്പൊ അങ്ങനെ തന്നെ വന്നു. പ്ലസ് 2b ബൈ 2 അല്ലെ. ഇനി ഒന്നുകൂടെ പറയാം. ഇനി n ഇവിടെ ഉണ്ട്, ബൈ 2 ഇവിടെ ഉണ്ട്. എല്ലാത്തിനും കൂടെ ഡിവൈഡഡ് ബൈ 2 ആണ്. നമുക്കത് ഒരുമിച്ച് n by 2 എന്ന് എഴുതാം. ബാക്കി ബ്രാക്കറ്റിൽ വന്ന ഈ a ഇൻറ്റു n plus 1നെ a ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരാ? n ഇൻറ്റു a പ്ലസ് 2b അല്ലെ. അങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, ഇതിനെ n by 2 ഇൻറ്റു ഈ ബി, ഇവിടെയുള്ള ബിയെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 ബി എഴുതാം. b പ്ലസ് ബി എന്ന് എഴുതാം. അപ്പം ഇവിടെ n a ഒരു ബി ഇതിനൊപ്പം എഴുതി, പ്ലസ് മറ്റൊരു ബി a പ്ലസ് ബി എന്ന് എഴുതി. മനസ്സിലായില്ലേ? ഇവിടെ 2 ബി ഉണ്ട്, അതിലൊരു ബി ആണിത്, ഇത് മറ്റൊരു ബി. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനെ 2 ടേംസ് ആയിട്ട് മാറ്റാണ്. ഇതെന്തായിരുന്നു ഈ ടേം? എൻ എ അല്ലെങ്കിൽ എ എൻ മീൻസ് nth ടേം ആണ് അല്ലേ. ഇതോ ഇത് അതർവൈസ് ലാസ്റ്റ് ടേം. ഇതെന്താണ്? a പ്ലസ് ബി ഇസ് ദ ഫസ്റ്റ് ടേം. അപ്പൊ ഇതിനൊന്ന് മാറ്റി നമുക്ക് എന്ത് എഴുതാം? n by 2 ഇൻറ്റു എക്സ് ഫസ്റ്റ് ടേം. ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് nth ടേം. ഫസ്റ്റ് ടേം ആദ്യത പ്ലസ് nth ടേം. ഇതാണ് സം ഓഫ് n ടേംസ് കാണാനുള്ള എന്ത് ഫോർമുല. എന്തിൻ്റെ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരുന്നാൽ നമുക്ക് അതിൻ്റെ n ടേംസിന്റെ സം കാണാനുള്ള ഫോർമുലയാണ്. അപ്പൊ അതിന് 25 ടേമിന്റെ സം ആണ് കാണേണ്ടതെങ്കിലോ, അപ്പൊ n-ന്റെ സ്ഥാനത്ത് എന്താവും? 25 by 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് 25th ടേം ആണ്. അപ്പൊ 25th ടേം കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല? സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ എക്സ്പാൻഷൻ അതെങ്ങനെ വന്നു, ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ.
അപ്പോൾ നമുക്ക് നമ്മൾ എന്താണ് പഠിച്ചത്? സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക which is denoted by sum of n terms ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതിൻ്റെ ഫോർമുലയാണ് n/2 into x1 plus xn. മനസ്സിലായില്ലേ? x1 plus xn. ഇത് ഇങ്ങനെ ഡെറിവേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു രീതി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, കാരണം നമ്മൾ വേറെ രീതി പഠിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത് x1 x2 x3 എക്സിട്ര xn ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ എക്സ്ട്രീം ടേംസ് x1 plus xn അത് തന്നെയായിരിക്കും x2 plus xn-2 ആയിരിക്കും, which is equal to x3 plus xn-2 അങ്ങനെ വരുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിനെ പെയർ ആയിട്ട് സം എഴുതണം. ഇപ്പോൾ x1 plus x2 plus x3 plus എക്സിട്ര plus xn അങ്ങനെ എടുത്തിട്ട് പെയർ ആയിട്ടാണ് എഴുതുന്നത് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ എടുക്കാം നമുക്കത്? x1 plus xn എല്ലാത്തിൻ്റെ സമയത്തിന് ഈക്വൽ ആണ് നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞിരുന്നു. അങ്ങനത്തെ എത്ര എണ്ണം വരും? അങ്ങനത്തെ n/2 ആകെ n ടേംസ് ഉണ്ടെങ്കിൽ പെയർ ആക്കുമ്പോൾ ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കുക. പെയർ ആക്കുമ്പോൾ n/2 നമ്പർ വരും അല്ലേ? അപ്പോൾ n/2 ടൈംസ് കണ്ട n/2 ടൈംസ് x1 plus xn. അപ്പോൾ ഇതും കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ടതാണ് സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയും പറയാം. ഇതൊരു എളുപ്പ വഴിയാണ്. മറ്റേ രീതി അത് നിങ്ങൾക്ക് ഡെറിവേഷൻ വരുന്നില്ല, ഇതിൻ്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇനി ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇത് വരാറുണ്ട് പരീക്ഷയ്ക്ക്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ 1, 6, 11 എക്സെട്ര. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. എന്താണ്? നമ്മൾ ഫോർമുല ആദ്യം എഴുതി വെക്കുക, അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നീട് കണ്ടുപിടിക്കാം. What is the formula to find the sum of n terms of an arithmetic sequence? It is n/2 into x1 plus xn. അല്ലേ? ഇതില് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഫസ്റ്റ് 25 ടേംസ് അല്ലേ, അതിന്റെ സം ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് എന്താണ്? എത്ര എണ്ണമാണ് ഇവിടെ? 25. സോ ഫസ്റ്റ് ഇതിലുള്ള വേരിയബിൾസിന്റെ ആദ്യത്തെ നമുക്ക് n എന്താന്ന് കിട്ടി അല്ലെ? എന്താ അത്? 25. ചോദ്യം തന്നാൽ നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഫോർമുല എഴുതുക, ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് നോക്കുക, ഉള്ളത് എഴുതി വെക്കുക, ഇല്ലാത്തത് കണ്ടുപിടിക്കുക അല്ലെ? ഇനി ഇവിടെ അപ്പൊ n കിട്ടിക്കഴിഞ്ഞു. നൗ ദ ഫസ്റ്റ് ടേം അല്ലെ, ആദ്യ പദം x1 എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം? ഇറ്റ് ഈസ് 1. ഇനി അറിയേണ്ടത് xn, nl ഇവിടെ അല്ലെ, എന്നിന്റെ സ്ഥാനത്ത് എന്താ? 25 ആണ്. ദാറ്റ് മീൻസ് 25th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കുക. ഇപ്പൊ ഇതില് d എന്താണെന്ന് നമുക്കറിയാം, d is equal to 5 ആണ് അല്ലെ, കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പൊ ഇതിന്റെ 25 ടേംസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അല്ലെങ്കിൽ 25th ടേം ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഇങ്ങനെ 25th ടേം കാണാൻ ഫസ്റ്റ് ടേം പ്ലസ് 24 ടൈംസ് d നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പം എന്താ കിട്ടുക? ഫസ്റ്റ് ടേം ഈസ് എന്താ? ഫസ്റ്റ് ടേം 1 പ്ലസ് 24 into 5 അല്ലേ? അപ്പം 1 പ്ലസ് 24 into 5 120 അല്ലേ വരുന്നു. അപ്പം എത്ര കിട്ടുന്ന ഇവിടെ? ഈക്വൽ ടു 121. 121 എന്താണ്? 25th ടേം ആണ് അല്ല, സോറി, യെസ് 25th ടേം. ഇനി അപ്പം നമുക്ക് സം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ഇവിടെ നോക്കാം, സം SN S25 എങ്ങനെ കണ്ടുപിടിക്കാം? S25 ഈക്വൽ ടു, ലെറ്റ് us substitute these values. ഓക്കെ, എന്നിന്റെ സ്ഥാനത്ത് n/2, എന്നിന്റെ സ്ഥാനത്ത് എന്താ വരാ? 25/2 into x1 which is the first term. What's the first term here? 1 plus 25th term എന്താണ് നമ്മൾ കണ്ടുപിടിച്ചൂടെ? 121 ആണ് അല്ലേ? അപ്പം ഇവിടെ നോക്കാം, നമുക്കിതിനെ സിമ്പിളായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 25/2 into
1 plus 121 122. പിന്നെ നിങ്ങൾ വെട്ടി ചെറുതാക്കാൻ അഥവാ ക്യാൻസൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിവൈഡ് ചെയ്യാൻ. 25 ഡിവൈഡഡ് ബൈ 2 പൂർണ്ണമായിട്ട് പോകില്ല, പക്ഷേ 122/2 അല്ലേ. 122 ഈസ് ആൻ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് ഹരിക്കാം. നമുക്കൊന്ന് ഹരിച്ച് നോക്കാം. ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 1 പോകില്ല, 12 എടുക്കാം. 12 2 എത്ര തവണ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. പക്ഷെ എളുപ്പത്തിൽ പറ്റും. ഇവിടെ 12 ഡിവൈഡഡ് ബൈ 2 ഈസ് 6. Now there is 2 അല്ലേ. 2 ഡിവൈഡഡ് ബൈ 2 ഈസ് 1. അപ്പോൾ എത്ര കിട്ടിയത്? 25 into 61. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ സീക്വൻസ് 1, 6, 11 എക്സെട്ര 1, 6, 20, 11 എക്സെട്ര എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ഗുണിക്കാം. ഗുണിച്ച് നോക്കാം എത്ര വരുന്നതെന്ന്. 25 150. സംശയമുള്ളവർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ, എത്രയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന സീക്വൻസ് നോക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ് ആണ്. ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണലാണ്. അപ്പോൾ ഫോർമുല എഴുതുക, അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ 25 പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ n is equal to 25 അല്ലേ. x1 plus xn. x1 means the first term which is here given. എന്താത് 1. And the nth term is 25th term ആണ്. അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25/2 into 1 plus 121. ആഡ് ചെയ്യുമ്പോൾ 25/2 into 122. 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ 61 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുക. 25 into 1 25 carrying 2. 25 into 6 150 plus 2 182. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, മനസ്സിലായില്ലേ ചോദ്യം? ഇത് മാത്രമല്ല, വേറെ പലതരത്തിൽ ചോദിക്കാം. ഇവിടെ സീക്വൻസ് തന്നിട്ട് നമുക്ക് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് എന്ന് പറഞ്ഞു. ഇനി ചിലപ്പോൾ സീക്വൻസ് തരാത്ത ചോദ്യമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, ടെക്സ്റ്റിലുണ്ട്. ഇപ്പൊ ചിലപ്പോ ഫൈൻഡ് ദ സം ഓഫ് ദി 3-digit number which are the multiples of 9. അങ്ങനെയാണ്, അങ്ങനെ പറയാം. അഥവാ 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം വരാം. ഇപ്പോഴത്തെ എക്സാമിന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് നിങ്ങളോട് തുക കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സം കണ്ടുപിടിക്കാൻ വരില്ല. പിന്നെ എങ്ങനെയായിരിക്കും വരാം? ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും വരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരാം. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ടോ ചിലപ്പോൾ 3 or 4 ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇങ്ങനെ how many 3-digit numbers are there which are the multiples of 9? 9ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? അങ്ങനെ ഒരു ചോദ്യം അല്ലെ. എത്ര എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? how many 3-digit numbers are there which are the multiples of 9? 9ന്റെ ഗുണിതങ്ങളായ എത്ര 3 അക്ക സംഖ്യകളുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനോട് കണക്റ്റഡ് ആയിട്ടാവും വരാം. അവയുടെ തുക എന്ത്, അതിന്റെ സം എന്ത്, അങ്ങനെയാവും വരാം. മനസ്സിലായോ? ഇങ്ങനെ 2 രീതി ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് 3-digit number which is the multiple of 9? 9ന്റെ ഗുണിതമായ ആദ്യത്തെ 3 അക്ക സംഖ്യ ഏത്? വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ which is the multiple of 9? 3-digit number which is the multiple of 9. 9ന്റെ ഗുണിതമായ വലിയ 3 അക്ക സംഖ്യ ഏത്? അങ്ങനെ ചോദിക്കും. എന്നിട്ട് how many such numbers are there? How many numbers are there? 3-digit numbers are there which are the ഇപ്പൊ പറഞ്ഞ 2 ചോദ്യങ്ങൾ അടുത്ത 2 ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ 2 ചോദ്യമായിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം ചോദിച്ചാലും അല്ല ഇത് മാത്രം ചോദിച്ചാലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. മൊത്തം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് സെപ്പറേറ്റ് 4 ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ഒറ്റ ചോദ്യവും 2 ചോദ്യമായിട്ട് വരും. അപ്പോഴും ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്താണ്, ഏത് രീതിയിലുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആണ്? 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? ചുമ്മാ എല്ലാ മൾട്ടിപ്പിൾസ് ആണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, 3-digit numbers ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3-digit നമ്പർ ഏതാന്ന് നമുക്കറിയാം. 100 to 999.
9ന്റെ മൾട്ടിപ്പിൾസിന്റെ കാര്യം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ 100 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 9 എല്ലാവർക്കും അറിയാം. കാരണം 99 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം. അപ്പൊ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും. അപ്പൊ അത് കിട്ടാൻ എളുപ്പ വഴി ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ഒരു 9 ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ എന്താണ് വരാ? 108. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 108 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് കൂടെ പറയാം. 3 ഡിജിറ്റ് നമ്പേഴ്സ് 100 to 999 അല്ലേ. അതിൽ 100 അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ബിക്കോസ് അതിന്റെ തൊട്ട് മുന്നുള്ള നമ്പർ 99 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ. അപ്പം അടുത്തത് കിട്ടണം. 99 ഈസ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? എന്തായാലും 3 ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ 99 കൂടെ +9 അതായിരിക്കും കോമൺ ഡിഫറൻസ്. എല്ലാവർക്കും അറിയാം അല്ലെ. എന്തിന്റെ മൾട്ടിപ്പിളിനെ കുറിച്ചാണോ പറയുന്നത് അതായിരിക്കും കോമൺ ഡിഫറൻസ്. സോ ദ വെരി നെക്സ്റ്റ് നമ്പർ the multiple of 9 3 digit number ആണ് 108. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടി. x1 കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഇനി എന്ത് കണ്ടുപിടിക്കണം? 9th ടേം ലാസ്റ്റ് ടേം കിട്ടണം അല്ലേ. ലാസ്റ്റ് ടേം എത്രയാണെന്ന് അറിയില്ല. x എന്ന് തൽക്കാലം നമുക്ക് എഴുതി വയ്ക്കാം. അത് എന്താണ്? 100 to 999. ദ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിന്റെ പ്രത്യേകത എന്ന് നോക്കിയേ. 999 എല്ലാം 9s ആണ് അല്ലേ. സോ നമുക്ക് ഈസിലി പറയാം അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. സോ അത് തന്നെയാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 9. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദർ? ഇതുപോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ n കാണാൻ ഒരു ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു അത്? n കാണാനുള്ള ഫോർമുല xn minus x1 by d plus 1 അല്ലേ. അല്ലെങ്കിൽ nth ടേം കാണാനുള്ള ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് n ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഈ ഫോർമുല എഴുതാം. അപ്പോൾ ഇവിടെ xn എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം വിച്ച് ഈസ് 999 ആണ് അല്ലേ. മൈനസ് ഫസ്റ്റ് ടേം 108 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. ചിലർക്ക് സംശയം ഉണ്ടാവും ഇതിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയില്ലെങ്കിലോ എന്ന്. അങ്ങനെ പോവാതിരിക്കില്ല, എന്തായാലും പോകും. ഒരു 9ന്റെ മൾട്ടിപ്പിളിൽ നിന്ന് മറ്റൊരു 9ന്റെ മൾട്ടിപ്പിൾ മൈനസ് ചെയ്താൽ കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നോക്കാം നമുക്ക് എന്താ കിട്ടുക. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 891 അല്ലേ. സബ്ട്രാക്ട് ചെയ്തേക്ക് 9 minus 8 which is 1, 9 minus 0 it's 9 and 9 minus 1 8. Okay, divided by 9 അല്ലേ. ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. +1. ഇത് എത്ര കിട്ടുക ഡിവൈഡ് ചെയ്യുമ്പോൾ? നേരത്തെ ചെയ്ത പോലെ എളുപ്പത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 8ൽ പോവില്ല. 89 9 into 9 equal to 81 ആണ് നമുക്കറിയാം അല്ലേ. അപ്പം 9 പ്രാവശ്യം. ബാക്കി ഒരു 8 ഉണ്ട്. 81 കഴിഞ്ഞ് 89 ആണ് ഇവിടെ. അപ്പോൾ ബാക്കി ഒരു 8 ഉണ്ട്. അപ്പോൾ 81 വരും. 81 വീണ്ടും 9 times +1 equal to 100. അതായത് എന്താണ്? n is equal to എന്തെന്ന് കിട്ടി? 100 എന്ന് കിട്ടി. അഥവാ 9ന്റെ മൾട്ടിപ്പിൾസ് ആയ 100 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. there are 100 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ദ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഓക്കെ. അത്ര ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. 2 മാർക്സ്. അപ്പോൾ ഓക്കെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ? സം ഓഫ് ദീസ് ടേംസ്, അതായത് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് വരിക? 108 ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല. അടുത്തത് എന്താ വരിക? 117 126 എക്സെട്ര സോ ഓൺ. അങ്ങനെ പോകും അല്ലേ. ഇതാണ് സീക്വൻസ്. ഇൻ ദിസ് സീക്വൻസ് ദ ലാസ്റ്റ് ടേം ഈസ് 999 അല്ലേ. ഈ സീക്വൻസിന്റെ സം ആണ് കാണേണ്ടത്. സം കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചല്ലോ. Sn is equal to n by 2 into first term plus the last term, otherwise 100th term അല്ലേ. ഇനി ഇതിൽ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. n എത്ര ടേംസ് ഉണ്ട്? there are 100 such terms. 100 by 2 into 108 plus 999 അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡിവൈഡ് ചെയ്യാം. 50 കിട്ടും. 100 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് 50 ഇൻറ്റു ഇത് ആഡ് ചെയ്യാം. 8 plus 9
17 carrying 1 0 carrying 1 11 അല്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾ 8 plus 9 17 carrying 1 10 again carrying 1 10 plus 1 11 ഓക്കെ. എന്നിട്ടിത് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും. എന്തിൻ്റെ ഉത്തരമാണ്? സം ഓഫ് ദ 3-digit numbers which are multiples of 9 അല്ലേ? എന്താ കിട്ടുക? This is the sum of 3-digit number which are the multiples of 9. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. നന്നായിട്ട് ചെയ്തു നോക്കാം.